ചർച്ച ചെയ്യുകയാണ്. മുശ്രിക്കത്തായി മരിച്ചവളാണ്, നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഓ ദീനിന്റെ ചുക്കാൻ പിടിക്കുന്ന ചെറുപ്പക്കാരെ, പാവപ്പെട്ട ഇറാഖിലെ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ അമേരിക്കൻ ജോർജ് ബുഷ് അല്ല പറഞ്ഞത്, യഹൂദികളല്ല പറഞ്ഞത്, 10,000 ചുട്ടുകരിക്കുന്ന പലസ്തീനിലെ മക്കളെ ചുട്ടുകരിക്കുന്ന ശരവണപ്പോലുള്ള ആളുകളല്ല പറഞ്ഞത്, നമ്മുടെ സഹോദരങ്ങളാണ്. സഹോദരങ്ങളെന്ന് പറയുന്നെന്ന് മാത്രം നമ്മുടെ ജാതിയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന എന്നവൾ മുശ്രിക്കത്തായി മരിച്ചു, നരകത്തിന്റെ അടിത്തട്ടിലാൻ. ഇത് ലക്ഷങ്ങൾ ചെലവഴിച്ച് തൗഹീദ് പ്രചരിപ്പിക്കുകയെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ഉമ്മയെ നരകത്തിൽ കിടത്താൻ വേണ്ടി നാടുമെടുക്ക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഈ വസ്തു ഇട്ടുകൊടുത്തിട്ട് എടോ എന്ത് ലഭിക്കാനാ? എവിടെയാ എത്തി നിൽക്കുന്നത്? അബ്ദുള്ള അവൻ മുസ്ലിമല്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആശിഖീകളായ ജ്യേഷ്ഠ സഹോദരാ, നബി തങ്ങളുടെ ഉമ്മ അവര് നരകത്തിൽ കിടക്കണമെന്ന് ആശയാർക്കെങ്കിലും ഉണ്ടോ? 6 വയസ്സുള്ള സമയത്ത് വല്ലബ്ബു കല്ലമഹു ജഹറൻ മഅൽ ജമരി, ഒട്ടകപ്പുറത്തിരുന്നിട്ട് അതാ ഒട്ടകപ്പുറത്തിരുന്ന വീടിന്റെ അരികിൽ വന്ന വാ ഉമ്മത്താ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളുടെ ഉമ്മയെ കുറിച്ച് ഒരു 2 മിനിറ്റ് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. വിഷമമില്ലാത്ത ആളുകൾ നമ്മുടെ ഉമ്മയെ കുറിച്ചല്ലേ പറയുന്നത്? ഒന്ന് കൂടി വന്നാൽ നമുക്ക് റസൂലുള്ളാഹിന്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞ് ഒന്ന് ദുആ ചെയ്യാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടുകാരെ, ഈമാനുള്ള ഉമ്മമാരെ, തമാശക്ക് പറഞ്ഞതാണ്. ഉമ്മമാരുടെ ദുആയാണ് ഞങ്ങൾ ആശിക്കുന്നത്, നിങ്ങൾ വരുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഉസ്താദുമാരൊക്കെ നിർത്തിക്കൊണ്ടാണ് ഉമ്മമാരെ നിങ്ങളോട് പറഞ്ഞത്. മഹദിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹാ 6 വയസ്സുള്ള സമയത്ത് ഈ കുട്ടിയതാ വല്ലബ്ബു കല്ലമഹു ജഹറൻ മഅൽ ജമരി, ഒട്ടകപ്പുറത്തിരുന്നിട്ട് ഉമ്മ എന്ന് വിളിക്കുമ്പോ വാതിലങ്ങ് തുറക്കുകയാണ്. ആരാണ്, എവിടെ നിന്നാണ് എന്റെ കുട്ടി വിളിക്കുന്നത്? അതാ ഒട്ടകത്തോട് സംസാരിക്കുന്ന രംഗം ഈ പ്രിയപ്പെട്ട ഉമ്മയെന്ന് കണ്ടപ്പോ അതാവങ്ങ് കരയുന്നു. ഈമാനുൽ മഹദിയായ ഉമ്മയെന്ന് കരയുന്നു. ആ കുട്ടി ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് ഉമ്മയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട്, ഉമ്മ എന്റെ ചിരിയും കളിയും എന്റെ ഉമ്മാക്ക് ഇഷ്ടമില്ലേ? ജീവിതത്തിൽ ഉപ്പ എന്ന് വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ വാപ്പയെ കണ്ടിട്ടില്ല. എനിക്ക് ആങ്ങളെ, എനിക്ക് ജ്യേഷ്ഠനില്ല, അനുജനില്ല, പെങ്ങന്മാരില്ല. ഉമ്മ നിങ്ങളുടെ മുന്നിലല്ലാതെ വേറെ ആരുടെ മുന്നിലാ ഞാൻ കളിക്കുക ഉമ്മ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ ഖബ്ബലഹു ആനഖഹു, ആ ഉമ്മയെ അണച്ചു കൂട്ടിക്കൊണ്ട് അവിടുന്ന് പറയാ, മോനെ ഞാൻ കരഞ്ഞത് നിങ്ങളുടെ കളി ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. അവിടെ കളിക്കുന്ന, ചിരിക്കുന്ന, സംസാരിക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വന്നത്. 6 വർഷം മുമ്പ് നിങ്ങളുടെ വാപ്പ എന്റെ കൈപ്പിടിച്ച് ജോലിക്ക് പോയതാ മോനെ, പിന്നെ വന്നിട്ടില്ല. ആ ഉപ്പാക്ക് നിങ്ങളുടെ കൈയൊന്ന് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് ഓർത്തപ്പോ ഞാൻ കരഞ്ഞതാണ്. ഉമ്മ, എന്റെ ഉപ്പയുടെ ഖബർ എവിടെയാ? എന്റെ വാപ്പയുടെ ഖബർ എവിടെയാ? മഹാനായ നബി തങ്ങൾ ആ ഇടറുന്ന മനസ്സോടെ ചോദിച്ചപ്പോ ഉമ്മ കയ്യങ്ങ് പിടിച്ചിട്ട് കൊണ്ടുപോയി ഖബർ കാണിച്ചു കൊടുക്കുമ്പോ വാപ്പയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ഉപ്പാ, 6 വയസ്സുള്ള കുട്ടിയതാ കരയുന്നു. വാപ്പയെ വിളിച്ച് കരയുമ്പോ, മോനെ ഉമ്മയുണ്ട്, കരയരുത്. ഉമ്മ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് നാട്ടിലേക്ക് തന്നെ തിരിക്കുന്നു. നല്ല പനിയുള്ള മാതാവ് ഒരു മരത്തിന്റെ ചുവടങ്ങ് എത്തിയപ്പോ, മോനെ പനിയുണ്ട്, നടക്കാൻ വയ്യ, ഇവിടെയൊന്ന് കിടന്നോട്ടെ.
തന്റെ ഇടമുള്ള കുട്ടി ഓടിച്ചെന്നവിടെ അങ്ങ് വൃത്തിയാക്കി 2 കാലുമങ്ങ് നീട്ടിക്കൊടുത്തിട്ട് ഉമ്മാ എന്റെ മടിയിൽ അവിടുന്ന് തലവെച്ച് കിടക്കടേ. 6 വയസ്സുള്ള കുട്ടിയുടെ മടിയിൽ അവിടുത്തെ ഉമ്മയതാ തലവെച്ചിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ചുംബനം മറപ്പിച്ച്, മോനെ ഉമ്മയെ മറക്കരുത്, ഈ ഉമ്മാക്ക് എന്റെ കുട്ടിയല്ലാതെ ആരുമില്ല, നിങ്ങളുടെ വാപ്പയെ മറക്കരുതേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്ന് വഫാത്തായ ഉമ്മ നരകത്തിന്റെ അടിത്തട്ടിലാ. ചെറുപ്പക്കാരെ, ഇതൊരു യഹൂദി പറഞ്ഞിട്ടില്ല, നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞിട്ടില്ല, ഹൈന്ദവ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സാക്ഷാൽ വിദഅത്തുകാരൻ അതിനു വേണ്ടി ലക്ഷങ്ങളാണ് മുടക്കുന്നത്, കോടികളാണ് മുടക്കുന്നത്. എന്തിനാ മോനെ പ്രിയപ്പെട്ട ഹബീബിന്റെ മാതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് പ്രസംഗിച്ച് നടന്നിട്ട് എന്തൊരു നേട്ടമാണോ ലഭിക്കാൻ പോകുന്നത്? കഴിയുന്നില്ല. അവിടുത്തെ വാപ്പയും നരകത്തിന്റെ അടിത്തട്ടിലാൻ. ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ചങ്കരംകുളത്തിന് ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് ലക്ഷങ്ങളങ്ങ് കോടികളങ്ങ് മുടക്കുമ്പോ ഇന്നതാ വയനാട്ടിൽ ഞാനടാ എന്ന് പറഞ്ഞു അതേ ലഭിത്തങ്ങളുടെ ഉമ്മ നരകത്തിലാ, ലഭിത്തങ്ങളുടെ ഉമ്മയും വാപ്പയും അവരൊക്കെ നരകത്തിന്റെ അടിത്തട്ടിലാൻ. മുസ്ലിമത്തല്ല. ഇത് വിളിച്ചു പോകുന്ന 10,000 നിർത്തിയിട്ട് ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലോ സ്വർഗത്തിലോ ചർച്ച ചെയ്യുകയാണ്. എന്താണെന്നറിയോ? 2 ബാങ്ക് നടപ്പാക്കിയത് ആരാണ്? അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. 2 ബാങ്ക് നടപ്പാക്കിയത് ബിദ്അത്തല്ലേ? അതെ. ബിദ്അത്തൊക്കെ ദലാലത്തല്ലേ? അതെ. അപ്പൊ 2 ബാങ്ക് നടപ്പാക്കിയവരൊക്കെ മുബ്തദി അല്ലേ? സംശയമില്ല. അപ്പോൾ ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുബ്തദി ആയി നരകത്തിലാണോ? 2 ബാങ്ക് നടപ്പാക്കിയവൻ നരകത്തിലാണ്. എവിടെയാണ് എന്റെ ചെറുപ്പക്കാരെ നമ്മൾ എത്തി നിൽക്കുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നരകത്തിലോ സ്വർഗത്തിലോ എന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജാതിയാണ്, നമ്മുടെ പേര് വെച്ച ആളുകളാണ്, നന്ദി കെട്ട വർഗമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് സിദ്ദീഖ് തങ്ങൾ വരുമ്പോ നബി തങ്ങൾ അതാ സ്വീകരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് വരുമ്പോ സ്വീകരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കാണുന്ന സമയത്ത് തുണിയൊക്കൊന്ന് അതാ ഒരു ആദരവ് കൊടുക്കുന്ന റസൂലുള്ളാഹി. ആയിഷ ബീവി പറഞ്ഞു, നബിയേ, എന്റെ വാപ്പ വന്നപ്പോ നിങ്ങൾ ബഹുമാനിച്ചില്ല, ഹഫ്സയുടെ വാപ്പ വന്നപ്പോഴും ആദരവ് കാണിച്ചില്ല, എന്തേ ഉസ്മാൻ വന്നപ്പോ നിങ്ങൾക്ക് ഇത്ര ആദരവ്? ആ സമയത്ത് പറയാ ഇഷാ, ഉസ്മാൻ അത് എന്റെ ഖൽബിന്റെ ഒരു ഭാഗമാണ്, ഉസ്മാൻ അതൊരു പ്രത്യേക മനുഷ്യനാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലാണ്. 2 ബാങ്ക് നടപ്പാക്കിയിട്ട് അവരൊക്കെ നരകത്തിൽ പോകുന്നവരാണ്, ബിദ്അത്ത് നടപ്പാക്കിയവരാണ്. ഈ അടുത്ത് കേരള മണ്ണിൽ പാലക്കാട് ജില്ലയിൽ വെച്ച് ഒരു നന്ദി കെട്ടവൻ പ്രസംഗിച്ചിരിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, എവിടെയാണ് നമ്മളൊക്കെ ഈമാനൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അവര് ബുറുദയെ കളിയാക്കി, അതുപോലെ നഫീസത്തുമാനെ കളിയാക്കി, നഫീസത്ത് ബീവിയെ കളിയാക്കിയിട്ടാ എന്ന് വേണ്ട, ബദർ മൗലിദും മറ്റുമൊക്കെ പുച്ഛമായി അവരെങ്ങനെ പ്രസംഗിക്കുമ്പോ, മാത്രമല്ല നേർച്ചകളും മറ്റുമൊക്കെ കൊണ്ടോട്ടികളും മറ്റുമൊക്കെ നടക്കുന്ന കൂത്താട്ടങ്ങൾ വെച്ചിട്ട് മുഅ്മിനീങ്ങളെ കളിയാക്കി അവസാനം റസൂലുള്ളാഹിനെ കളിയാക്കുമ്പോ അവരിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. മോനെ, നിന്റെ ഖൽബിൽ കുടുങ്ങിയാൽ ഈമാൻ തെറിച്ചു പോകും. അപ്പൊ ഉറപ്പിക്കുക, ഈ പറയുന്ന ജാതികള് റസൂലുള്ളാഹിന്റെ ഉമ്മ നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇത് വിശ്വസിക്കുന്നവനല്ലേ എന്റെ കൂട്ടുകാരെ? ഈമാൻ നിങ്ങൾ മുറുകെ പിടിക്കുക, ഈമാൻ സൂക്ഷിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഫാറൂഖും മോശമാണത്രേ, 2ാം ഖലീഫ മോശമാണ്. അവരൊക്കെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ബിദ്അത്തും വളരില്ല.
ഉമർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ഖുറാഫാത്തും ഉണ്ടാവില്ല എന്നുപോലും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കണ്ടോ, റസൂലുള്ള ചെയ്യാത്ത പറയാത്ത വല്ലതും എന്റെ അരികിൽ കണ്ടാൽ ഈ വാളുകൊണ്ട്, നിങ്ങളുടെ വാളുകൊണ്ട് എന്റെ തലയെടുത്തോ. വല്ലാഹി വല്ലാഹി ലൗ റഅയ്നാ മിൻക ഇജാജൻ ലഖബ്ബംനാഹു ബിഹദ്ദി സുയൂഖിനാ. ഉമറേ, അല്ലാഹുവാണ് സത്യം, റസൂലുള്ള ചെയ്യാത്ത പറയാത്ത വല്ലതും നിങ്ങളിൽ കണ്ടാൽ ഈ വാളുകൊണ്ട് ഉമറേ നിങ്ങളുടെ തലയെടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഫതബസ്സമാ അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഉമ്മത്തിൽ ഇതുപോലെയുള്ള ചുണക്കുട്ടികൾ നീ പടച്ചിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ആ ഉമറദാ ബഅദ് പറയാൻ മദീനത്തെ പള്ളിയിൽ നിൽക്കുകയാണ്. ഒരു ചെറിയ സ്വഹാബിയെ എഴുന്നേറ്റിട്ട്, ഉമറേ നിർത്തു, നിങ്ങളുടെ ബഅദും പ്രസംഗമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താണ് ഞാൻ ചെയ്തത്? രണ്ടാം ഖലീഫ തരിച്ചു നിൽക്കുകയാണ്. എന്താ കാരണം ചോദിക്കുമ്പോൾ ഒരു സ്വഹാബി, ഉമറേ ഞങ്ങളൊക്കെ പൊതുവസ്ത്രങ്ങളിൽ നിന്ന് ഒരു വസ്ത്രമായി എടുത്തത്, 2 കുപ്പായമല്ലേ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ആരാണ് നിങ്ങളോട് 2 വസ്ത്രം ധരിക്കാൻ പറഞ്ഞത്? വഅദ് കേൾക്കാനിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചിട്ട്, യാ അബ്ദുല്ലാഹ്, മോനെ, വാപ്പയെ കുറിച്ച് മദീനക്കാര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്നെ ഈ സംഭവം ഒന്ന് വിവരിച്ചു കൊടുക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കേൾക്കുന്നു, യാ സഹാബാ, നിങ്ങളാരും എന്റെ വാപ്പയെ ചീത്ത പറയരുതേ. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ, കിസ്റ കൈസർ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച നേതാവ്, 8ഓളം രാഷ്ട്രത്തിന്റെ അധിപൻ, അവിടുന്ന് അതാ വിറച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ എഴുന്നേറ്റുകൊണ്ട് പറയാ, ഇന്നലെ എല്ലാവർക്കും വസ്ത്രം ഓഹരി ചെയ്തിട്ട് അവസാനം എന്റെ വാപ്പ ഒരു കീറിയ കുപ്പായം ധരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലൊരു കസാരയിട്ടൊരു മൂലയിൽ ഇരിക്കുമ്പോ എന്റെ ഉമ്മ കരഞ്ഞു. സഹാബത്തെ, ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങളുടെ വാപ്പ വന്നിരിക്കുന്നത് കണ്ടോ, കീറിയ കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. എന്റെ മോനെ, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയാണ്, നിങ്ങൾക്ക് കിട്ടിയ കുപ്പായം അത് ഉപ്പാക്ക് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോ, സഹാബത്തെ, എനിക്ക് കിട്ടിയ വസ്ത്രം ഞാൻ എന്റെ ഉപ്പാക്ക് കൊടുത്തു. ആ വസ്ത്രമാണ് രണ്ടാമത്തെ കുപ്പായമായി എന്റെ വാപ്പ ധരിച്ചിരിക്കുന്നത്. കാണണോ നിങ്ങൾക്ക്? മുകളിലുള്ള വസ്ത്രം അങ്ങ് പൊക്കിയപ്പോ അടിഭാഗത്തുള്ള വസ്ത്രം കീറിയ വസ്ത്രമാണ്. മദീനയിലെ സ്വഹാബികൾ അത്രയും കരയുന്നു. അമീറുൽ മുഅ്മിനീൻ, അവിടുന്ന് പറയൂ, ഞങ്ങൾ കേൾക്കാം. രണ്ടാമത്തെ വസ്ത്രം ധരിച്ചപ്പോ സ്വഹാബത്ത് ചോദ്യം ചെയ്തുവെങ്കിൽ ആ സ്വഹാബികളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട ഉമറുൽ ഫാറൂഖ് തങ്ങള് അവിടെ തറാവീഹ് 20 റക്അത്ത് നടപ്പാക്കിയപ്പോ ഏതെങ്കിലും ഒരു സ്വഹാബി